ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി സവാള എന്നിവ ഇട്ട് വഴറ്റിയെടുക്കുക. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 1.5 സവാളയാണ്, മീഡിയം. അത് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ ഇളക്കി വഴറ്റുക എന്ന് പറയാം ഞങ്ങളുടെ നാട്ടിൽ. ഈ വഴറ്റിയതിന് ശേഷം ശരിക്കും നന്നായിട്ട് വഴണ്ടതിന് ശേഷം കുറച്ച് തക്കാളിയൊക്കെ ഇട്ടും കൂടെ ഇട്ട് കൊടുക്കുക. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ, ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കേട്ടോ. ഞാൻ അധികം മസാല ചേർക്കാറില്ല ഞാൻ കറികൾക്ക്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ മെയിനായിട്ട് ഇടുന്നത്, കടലയെങ്കിൽ കടല, പരിപ്പെങ്കിൽ പരിപ്പ്, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിൽക്കണം. എന്നാൽ മാത്രം ആ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ ഇന്നൊരു എല്ലാ മസാലയ്ക്കും കൂടി ചേരുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ സാധാരണ, ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ മെയിനായിട്ടിടുന്ന എന്താണോ അതിൻ്റെ ഗുണവും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മസാല കുറവാണ് ചേർക്കാറ്. വഴണ്ടതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഇളക്കാം. എല്ലാം ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണ് അടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടല്ലോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം മസാലയാണ്. ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടി എല്ലാം കുറേശ്ശെയാണ് ഇട്ടേക്കുന്നത്. എല്ലാം കൂടെ വീണ്ടും ലൈറ്റ് ഫ്ലെയിമിൽ നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ശരിക്കും ഇതിൻ്റെ പച്ചക്കുത്ത് മാറണം, ഈ പൊടികളുടെ പച്ചക്കുത്തും ആ പച്ചമണവും മാറണം. അത്ര സമയം വരെ നമുക്ക് ഇളക്കിക്കണം. ഒരു കിലിക്കിലിപ്പൻ സൗണ്ട് വരുന്നിടം വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പെരുംജീരകം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇത് നമുക്ക് പേസ്റ്റ് ആക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പ് പോലെ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് കടല എടുത്ത് അരയ്ക്കാം. കടലയും ഒരു പിടി കടല എടുത്ത് അരച്ച് ചേർക്കാം. പക്ഷെ ഞാൻ ഈ തവണ കടല അരയ്ക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ നമ്മുടെ മസാല അരച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഉണ്ട്, ഇതുപോലെ നല്ല കൊഴുപ്പ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് നേരെ കടലയ്ക്കകത്തോട്ട് ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിൽ ലോക്ക് ചെയ്ത് ഒരു 4-5 വിസിൽ വിടാം കേട്ടോ. ഈ കടലക്കറി നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നേരെ കുക്കർ ലോക്ക് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 വിസിൽ. എൻ്റെ ചെറിയ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് വിസിൽ വരും. 2 ലിറ്ററിൻ്റെ വിസിലാണ് കുക്കറാണിത്. അധികം പ്രഷർ അതിനകത്ത് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് വലിയ കുക്കറാണെങ്കിൽ ചിലപ്പോൾ 2-3 വിസിലിൽ തന്നെ വേകും. ഏകദേശം വെന്തിട്ടുണ്ട്. വിസിൽ വന്നു. നമുക്കൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് കടുക് പൊട്ടിക്കാം, കടുക് തളിക്കാം. സാധാരണ അറിയാമല്ലോ, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്. ശരിക്കും എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ. എല്ലാ കടുകും ഇതുപോലെ പൊട്ടിത്തെറിക്കണം. അന്ന് മാത്രമേ നമ്മൾ കടുകിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ട്, അത് കിട്ടത്തില്ല. കടുക് പൊട്ടിയതിൻ്റെ ഒരു ടേസ്റ്റ്. അതിനകത്തിട്ട് 2 കറിവേപ്പില ഇട്ട് ഒരു പച്ചമുളക് ഇട്ട് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കിയാൽ ഞാൻ ഇതിനകത്ത് സാമ്പാർ പൊടി ചേർക്കും, ഈ കടുക് പൊട്ടിച്ചതിനകത്ത്. അതുകൊണ്ട് ഇച്ചിരി ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടെ ജസ്റ്റ് നുള്ളെടുത്തിട്ട് മിക്സാക്കി വെച്ചിരുന്നത് അത് നേരെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങ് ഇളക്കി. അതുകൊണ്ടാണ് ഞാൻ മറ്റേ സാധാരണ കുഞ്ഞുള്ളി ചേർക്കുമല്ലോ കടുക് പൊട്ടിക്കുമ്പോൾ, ഞാൻ അതിന് പകരം ഇങ്ങനത്തെ ചില വിക്രസുകളുണ്ട് എൻ്റെ കയ്യിൽ. ഇങ്ങനെ ഇട്ട് എങ്ങനെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. അത് നേരെ കടലക്കറിക്കകത്തിട്ടിട്ട് ഇളക്കി നോക്കി. ഇപ്പോൾ തന്നെ കടലക്കറിയിലത് നോക്കി നല്ല അത്യാവശ്യം കൊഴുപ്പില്ലേ. കടല കൂടെ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൊഴുക്കും. നിങ്ങളിതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്കൊന്ന് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.